ഓം നമോ ഭഗവതേ വാസുദേവായ. എല്ലാവർക്കും എൻ്റെ പ്രണാമം. നമുക്ക് എല്ലാവർക്കും അറിയാം, വീട്ടിൽ എന്തെങ്കിലും അനർത്ഥങ്ങളുണ്ടാകുക, വീട്ടിൽ അസ്വസ്ഥതകളുണ്ടാകുക, പൊരുത്തപ്പെടാനാവാത്ത സാഹചര്യങ്ങൾ, ധനനഷ്ടം, അഭിപ്രായ ഭിന്നത, സ്നേഹമില്ലായ്മ, കലഹങ്ങൾ കൂടുക, ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമ്മൾ സ്വാഭാവികമായും ചിന്തിക്കും, നമുക്കൊന്ന് ജ്യോത്സ്യനെ കണ്ടു കളയാം, ഒന്നും പ്രശ്നം വെച്ച് കളയാം. വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും? ജ്യോത്സ്യം പറയും, ആ പൂജകൾ ഏതെങ്കിലുമൊക്കെ ഒന്ന് ചെയ്താൽ പരിഹാരമാർഗമായി എന്ന് പറയും. അപ്പം നമ്മളിവിടെ നിത്യജീവിതത്തിലെ പ്രതിസന്ധികളെ തരണം ചെയ്യാൻ ദൈവാധീനമില്ലായ്മയെക്കുറിച്ച് ചിന്തിക്കുകയും അതുണ്ടാക്കാനായിട്ട് ചില പ്രവൃത്തികൾ നമ്മൾ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെ ഒരു കുടുംബത്തിൻ്റെ ഒരു സ്ഥിതി ഇതാണെങ്കിൽ, ഒരു സമൂഹത്തിൽ ഇതേ പടർന്നു വരുമ്പോൾ എന്തായിരിക്കും അതിൻ്റെ സ്ഥിതി? അതുകൊണ്ട് തന്നെ അവിടെയെല്ലാം നമുക്ക് ശ്രേഷ്ഠമായിട്ട് ഭാഗവതം നമ്മെ പഠിപ്പിക്കുന്നത്, എവിടെയൊക്കെയാണോ ധർമ്മത്തിന് ഗ്ലാനി സംഭവിക്കുക, എവിടെയെല്ലാം ഭഗവാന്റെ അവതാരം ഉണ്ടാകുമെന്നുള്ള കാര്യം ഭാഗവതം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. യഥാ യഥേഹ ധർമ്മസ്യ ക്ഷയോ വൃത്തിശ്ച പാപ്മന തഥാതു ഭഗവാനീശ ആത്മാനം സൃജതേ ഹരിഹി എന്ന് പറയുകയാണ്. അതായത് എപ്പോഴെപ്പോഴാണോ ഇഹ ധർമ്മസ്യ ക്ഷയ, ഈ ലോകത്തിൽ ധർമ്മത്തിന് നാശം സംഭവിക്കുന്നത്, പാത്മനഃ വൃദ്ധി, ഭാവത്തിൻ്റെ വൃദ്ധിയും, തഥാതു അപ്പോൾ ഭഗവാൻ ഐശ്വര്യപരിപൂർണനും ഈശ്വര സർവത്തിനും സമർത്ഥനുമായ ഹരിഹി ഭഗവാൻ ആത്മാനം സൃജതേ, തന്നെ സൃഷ്ടിക്കുന്നു എന്നർത്ഥം. ഭഗവാന്റെ അവതാരത്തിന് കാലവും പ്രയോജനവും കാണിക്കുന്നു എന്നാണ് ഈ ശ്ലോകത്തിൻ്റെ സാരാംശം. ഏതേത് കാലത്ത് ധർമ്മത്തിന് ക്ഷയം വരുന്നു, അധർമ്മം അങ്ങ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു, ഈ സമയത്താണ് ഭഗവാന്റെ അവതാരങ്ങളെല്ലാം ഉണ്ടാകുന്നത്. നമ്മുടെ വീട്ടിലെ പ്രതിസന്ധിയുടെ പ്രധാനപ്പെട്ട കാരണവും ഇതുതന്നെയാണ്. എവിടെ വീട്ടിലെല്ലാവരും കൂടെ കൂടിച്ചേർന്നുള്ള ധർമ്മത്തിന് ക്ഷയം വരുന്നു, അവിടെ ചെയ്യുന്ന പ്രവൃത്തികൾ അത്രയും അധർമ്മപക്ഷത്താവുമ്പോഴാണ് അസ്വസ്ഥതയും ദൈവാധീനങ്ങളുമൊക്കെ ദൈവാധീനക്കേടൊക്കെ ഉണ്ടാകുന്നത്. ഇത് പരിഹരിക്കാനുള്ളൊരു മാർഗം എന്താ? ഏറ്റവും നല്ലത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അറിവുള്ളവരോട് ചോദിച്ചുകൊണ്ട് നല്ല നല്ല കാര്യങ്ങളിൽ പ്രവർത്തിക്കുക, ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കാൻ ശ്രമിക്കുക. ഇതുതന്നെയാണ് ഇതിന് പരിഹാരമാർഗം. ഏതേത് കാലത്താണോ ലോകത്തിനും ധർമ്മത്തിനും ക്ഷയം വരിക, അധർമ്മം അഭിവൃദ്ധിപ്പെടുക, സാധാരണ രീതിയിൽ ധർമ്മമാണ് അഭിവൃദ്ധിപ്പെടേണ്ടത്, പക്ഷേ മനുഷ്യൻ്റെ കർമ്മങ്ങൾ കൊണ്ട് അധർമ്മം എന്തു ചെയ്യുന്നു? അഭിവൃദ്ധിപ്പെടുന്നു. ഈ അധർമ്മത്തിൻ്റെ അഭിവൃദ്ധിയിലാണ് ദോഷങ്ങൾ ഏതും വരുമ്പം ദുഷ്കൃതികളെ നശിപ്പിക്കാനും സുഹൃതികളെ സംരക്ഷിക്കാനുമായിട്ട് ആരവതരിക്കുന്നത്? ഭഗവാൻ അവതരിക്കുന്നത്. നമ്മുടെ വീട്ടിലെ ദുഷ്കൃതങ്ങളൊന്ന് മാറ്റി മനസ്സിനെ സുഹൃതമാക്കി വെച്ചാൽ തന്നെ അവിടുത്തെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാവും. ഈ ദുഷ്കൃതത്തെ എങ്ങനെ മാറ്റാൻ പറ്റും? സുഹൃത്തത്തിനെ എങ്ങനെയാണ് നമ്മുടെ വീട്ടിൽ കൊണ്ടുവരാൻ പറ്റുക? ഇതാണ് നമ്മളെല്ലാവരും വളരെയധികം ഗൗരവത്തോടു കൂടി ചിന്തിക്കേണ്ട ഒന്ന്. ദുഷ്കൃതം അങ്ങനെ പെട്ടെന്ന് പോകില്ല, അട്ട പിടിച്ചതുപോലെയാണ്. അതിങ്ങനെ നമ്മളെ കൂടുതൽ വേദനിപ്പിച്ചുകൊണ്ടിരിക്കും. സുഹൃതം പെട്ടെന്ന് ആർജിക്കാൻ പറ്റില്ല. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു മെഴുകുതിരിയുടെ പ്രകാശം ഒരു ഹാളിനെ മുഴുവത്തിൽ പ്രകാശിപ്പിക്കുകയില്ല. മറിച്ച് അതിനകത്തൊരു വലിയ ലൈറ്റാണ് ഫിറ്റ് ചെയ്തിരിക്കുന്നതെങ്കിലോ ആ ഹാള് മുഴുവൻ പ്രകാശപൂർണ്ണമാകും. ഇതുപോലെ സുഹൃതം എന്ന് പറയുന്നത് ഒരു വലിയ ലൈറ്റാണ്. ആ ലൈറ്റിൻ്റെ പ്രകാശത്തിന് വേണ്ടുന്ന വോൾട്ടേജ് നമ്മുടെ കയ്യിൽ വേണം. വോൾട്ടേജ് ഇല്ലാത്തതാണ് നമ്മുടെ എല്ലാവരുടെയും പ്രശ്നങ്ങൾ. അതിന് ഏറ്റവും ഉപകരിക്കുന്ന ഒന്നാണ് ഭഗവാന്റെ അവതാര ലീലകൾ. അത്രയും ശ്രവിക്കാൻ നമുക്ക് കഴിയുക, പറയാൻ കഴിയുക, ശ്രവിക്കാൻ കഴിയുക, ഉൾക്കൊള്ളാൻ കഴിയുക. പറയുന്ന ആളും കേൾക്കുന്ന ആളും ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോയാൽ അവിടെയാണ് സുഹൃതത്തിൻ്റെ ഹൈ വോൾട്ടേജ് ബൾബ് നമ്മുടെ ജീവിതത്തിൽ പ്രകാശിക്കുന്നത്. അപ്പം നമ്മുടെ ജീവിതം സുഹൃതപൂർണ്ണമാക്കണം, ദുഷ്കൃതമില്ലാതാക്കണമെങ്കിൽ അവതാര ലീലകൾ അത്രയും നമ്മൾ കേട്ടിരിക്കണം. യഥാ യഥാഹി ധർമ്മസ്യ എന്ന് തുടങ്ങിയ ശ്ലോകം ഭഗവത്ഗീതയ്ക്കകത്തുണ്ട്. ഇവിടെ പറഞ്ഞിരിക്കുന്ന യഥാ യഥേക ധർമ്മസ്യ ക്ഷയാ വൃദ്ധിശ്ച പാത്മന തഥാതു ഭഗവാനീശ ആത്മാനം സൃജതേ ഹരിഹി എന്നാണ് പറഞ്ഞിരിക്കുന്നത്.
അതുകൊണ്ട് തന്നെ പറയാണ്, ജീവന്മാരുടെ ജന്മകർമ്മങ്ങൾക്ക് പുണ്യപാപകർമ്മങ്ങൾക്കും കാരണമുണ്ട്. ഓരോരോ പുണ്യപാപകർമ്മങ്ങൾ അതിന് കാരണമാണ്. ജന്മകർമ്മങ്ങൾക്ക്, ജന്മത്തിന് ദുഃഖമൊടുക്കുന്ന തമ്പുരാനേ കൃഷ്ണ തൃക്കഴൽ ഞാനിതാ കുമ്പിടുന്നേ എന്ന് നമ്മൾ സന്ധ്യയ്ക്ക് പഴയ കാലത്തെല്ലാം ചൊല്ലും. ദുഃഖമെടുത്തതിനെന്തേ മൂലം കൃഷ്ണ, ദുഃഖമെടുത്തത് ജന്മം മൂലം. ഇവിടെ അത് തന്നെയാണ് പറയുന്നത്. ജീവന്മാരുടെ ജന്മകർമ്മങ്ങൾക്ക് പണ്ട് ചെയ്തിരിക്കുന്ന പുണ്യപാപകർമ്മങ്ങളുമായിട്ട് ബന്ധമുണ്ട്. ഇപ്പം നിങ്ങൾ ദുഃഖിക്കുന്നുണ്ടെങ്കിൽ മുൻപ് അതിനുള്ള കർമ്മം ചെയ്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ സുഖിയായിരിക്കുന്നുണ്ടെങ്കിൽ മുമ്പ് അതിനുള്ള സുഹൃത കർമ്മം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി വരാൻ പോകുന്ന സുദിനങ്ങൾ നമ്മുടെ മുമ്പിൽ സുഹൃത കർമ്മത്തിൻ്റെ ഒരു പ്രകാശമാണ്.